ഹായ്, ഇന്ന് ഏപ്രിൽ 25 എല്ലാ പ്രാവശ്യവും തൃശ്ശൂർ പൂരം പാവർട്ടി പള്ളി പെരുന്നാൾ ഏകദേശം ഒരു സമയത്താണ് വരിക. നമുക്ക് പള്ളിയിലെ പെരുന്നാൾ കാണാൻ പോയാലോ? ഞാൻ അച്ഛനും കൂടി വണ്ടി മേലെ പോണത് അമ്മ എല്ലാം പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇതാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കട്ടാ. പാകത്തിനൊക്കെ മുന്നേ തന്നെ രണ്ട് സൈഡിലും റോഡില് മാല ബൾബും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഒരുപാട് വീടുകളും നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ. ഞങ്ങളിത് അവിടെ എത്തിയിട്ടുണ്ട്. മെയിൻ ആയിട്ട് ഇത് കാണാനാട്ടാ വന്നേക്കണത്. അച്ഛൻ അങ്ങനെ തിരക്ക് ഇഷ്ടപ്പെടുന്ന ആളൊന്നല്ല കേട്ടോ. പക്ഷെ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഇത് പറഞ്ഞ് സോപ്പിട്ടിട്ടൊക്കെ ഞാൻ കൊടുന്നേക്കണത്. ഇത് അച്ഛന്റെ കമ്പനിയുടെ വക ഒരു സെൽഫി പോയിന്റ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അവരുടെ ലോഗോയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ നെറ്റിപ്പട്ടം ചമയും ആനയും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ പള്ളിയുടെ ഷേപ്പിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് അവിടെ വന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നടന്നിട്ട് ആ പള്ളിയുടെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛന്റെ ലക്ഷ്യം തിരക്ക് കൂടുന്നേക്കാൻ മുന്നേ എന്നെ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചിട്ട് വേഗം തിരിച്ച് വീട്ടിലേക്ക് പോകാന്നാണ് കേട്ടോ. അപ്പൊ ദാ പള്ളിയുടെ അവിടെ നടപ്പാതയില് മേലെ ഫുള്ള് അരങ്ങും കാര്യങ്ങളും, അതിന്റെ മേലെ ക്യൂട്ട് ബട്ടർഫ്ലൈസും പൂവൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാണ്, ഇത് പള്ളിയുടെ ഫ്രണ്ട് വോളാണ് കേട്ടോ. ആ വോളുമ്മലാണ് ലൈറ്റ്സ് ചെയ്തിരിക്കണത്. അത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ. ഡിസൈൻസ് മാറി വരുന്നോണ്ട് കാണാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. പള്ളിയുടെ ഉള്ളിൽ കാണാൻ എന്തൊരു ഭംഗിയാ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. എന്തോ കണ്ടു നിൽക്കാൻ ഇങ്ങനെ തോന്നി. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ നിൽക്കണവരൊക്കെ ഒരുവിധം അത് പറയണുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തിറങ്ങിയിട്ട് ഞാൻ അച്ഛനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് അച്ഛനെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തിനാന്നറിയില്ല ഇങ്ങനെ ഗോൾഡൻ കളറിൽ നല്ല ഭംഗിയുള്ള കുരിശുകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിലത്തെ സ്റ്റേജ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നുണ്ട്. അവിടെ ആൾക്കൂട്ടമുള്ള കാരണം അച്ഛൻ അവിടേക്ക് എന്നെ അടുപ്പിച്ചെന്നില്ല. പിന്നെ ഓരോ അമ്പും കാര്യങ്ങളായിട്ട് വന്നോണ്ടിരിക്കണുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അവിടെ ആകെ കൂടി കണ്ടത് ഇത്രേ ഉള്ളൂ. അപ്പൊ അത് കണ്ടിട്ട് ഇതാണോ പെരുന്നാളെന്ന് വിചാരിക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് ബാൻഡ് സെറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് കേട്ടോ. അതിന്റെ ഇടയിൽ കൂടെ ഉണ്ണീനെ ഒന്ന് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവനോട് ഞാൻ ഈ ബലൂണ് വാങ്ങിച്ചു തരും ചോദിച്ചപ്പോ അവ ഇല്ലാന്നും പറഞ്ഞു പോയിട്ടാ. പിന്നെ ഞാൻ അച്ഛനും കൂടി പോയിട്ട് ഒരു കോളിഫ്ലവർ ബജ്ജി ഒക്കെ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തത്. നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഇതാ എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം വാങ്ങിച്ചിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കഴിച്ചോട്ടാ. പിന്നെ എന്തൊക്കെയോ വർത്താനം പറഞ്ഞിട്ട് അത് ഫിനിഷ് ചെയ്തോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടുള്ള എന്റെ ലക്ഷ്യം ഒരു ഐസ്ക്രീം ആണെന്നായിരുന്നു. പെരുന്നാളിനും പൂരത്തിന് പോയി കഴിഞ്ഞാൽ ഐസ്ക്രീം ഇല്ലാണ്ട് ഒരു വൈബ് ഇല്ലല്ലോ. പക്ഷെ എനിക്ക് ഐസ്ക്രീം മേടിച്ചു തരാൻ വേണ്ടിട്ട് ആരും പ്രൊമോട്ട് ചെയ്യില്ല. കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും അലർജി വരും. പിന്നെ അച്ഛന് അധികം നേരം നിൽക്കാൻ പറ്റാത്ത കാരണം, തിരക്ക് ഇഷ്ടമില്ലാത്ത കാരണം ഞങ്ങൾ അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോരുകയാണ് ചെയ്തത്. ഇത് രാവിലത്തെ വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.